കോവയ്ക്ക മെഴുക്കുരുട്ടിനെ സ്റ്റാറാക്കിയൊരു യൂട്യൂബറുണ്ട്, അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സോ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഇത് ഒരു കൈക്കുമ്പിൾ നിറയെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് വിട്ട് നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം നമ്മുടെ കോവയ്ക്ക കുറേശ്ശെ ആയിട്ട് എടുത്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ കൈക്കുമ്പിൾ നിറയെ കുറച്ച് കുനുകുനാന്നരിഞ്ഞ സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ തളിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്, അല്ലെങ്കിൽ ചിലപ്പോൾ കോവയ്ക്ക അടിയിൽ പിടിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടിയൊക്കെ തുറന്ന് വിളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിനി കോവയ്ക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം ഞാനിതിലേക്ക് ഇടുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഓപ്ഷനിലാണെങ്കിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നീട് അതിന് ശേഷം എരിക്കായിട്ട് കുറച്ച് ചതച്ച വറ്റൽ മുളക് കൂടി ഇട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയിച്ചോ മൊരിയിച്ചോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. സോ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിന് സ്റ്റാർ ആക്കാം, നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്